ഇന്ന് പുറത്തു വന്ന പുതിയ IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്രാവശ്യം മുംബൈ ടീമിൻ്റെ ക്യാപ്റ്റൻ അത് പാണ്ഡ്യയാണ്. അപ്രതീക്ഷിതമായിട്ടാണ് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയിരിക്കുന്നത്. മുംബൈ ടീമിനോടൊപ്പം തന്നെ പാണ്ഡ്യ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴിതാ രോഹിത് ശർമ്മയും ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ രോഹിത്തും പാണ്ഡ്യയും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല. രണ്ടുപേരും രണ്ട് വിഭാഗമായിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. രണ്ടുപേരും തമ്മിൽ തല്ലുണ്ടെന്നത് വ്യക്തമായിരിക്കുകയാണ്. കളിക്കളത്തിൽ ഇത് എങ്ങനെ ബാധിക്കുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. രോഹിത്തും പാണ്ഡ്യയും തമ്മിൽ സംസാരിക്കുന്നില്ല. ഈ IPL മുംബൈ ടീമിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് CSK ടീമിനെ സംബന്ധിക്കുന്നതാണ്. ഇപ്രാവശ്യം ചെന്നൈ ടീമിൻ്റെ ക്യാപ്റ്റൻസി മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. അതുമാത്രമല്ല, ധോണി എല്ലാ മാച്ചിലും കളിക്കാൻ സാധ്യതയില്ല. ധോണിയെ ഇമ്പാക്റ്റ് പ്ലെയറായി കളിപ്പിക്കാനാണ് CSKയുടെ പദ്ധതി. ധോണിയുടെ കാൽമുട്ടിന് പരിക്കുണ്ടായിരുന്നു. ശേഷം ശസ്ത്രക്രിയ നടത്തിയിരുന്നു. ധോണി പൂർണ്ണമായിട്ടും ഫിറ്റായിട്ടില്ല. അതുകൊണ്ട് എല്ലാ മാച്ചിലും കളിച്ചാൽ ധോണിക്ക് വീണ്ടും പരിക്ക് പറ്റും. അതുകൊണ്ട് ഇപ്രാവശ്യം പുതിയൊരു പദ്ധതിയുമായിട്ടാണ് CSK എത്തിയിരിക്കുന്നത്. ധോണി ഒരുവിധം എല്ലാ മാച്ചിലും ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ടായിരിക്കും CSK ടീമിന് വേണ്ടി കളിക്കാനിറങ്ങുന്നത്. ഒരു പക്ഷേ ധോണിയുടെ മികച്ച സിക്സുകൾ നമുക്ക് ഇപ്രാവശ്യം കാണാൻ സാധിക്കും. അവസാന ഓവറുകളിലായിരിക്കും കൂടുതലും ധോണി ഇറങ്ങാൻ സാധ്യത. കഴിഞ്ഞ IPL പോലെ ധോണിയെ ഇപ്രാവശ്യം നമുക്ക് കളിക്കളത്തിൽ കാണാൻ സാധിക്കില്ലെന്ന് ചുരുക്കം. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. IPL കഴിഞ്ഞാൽ ഉടനെ തന്നെ T20 വേൾഡ് കപ്പാണ്. അതുകൊണ്ട് IPL മികച്ച കളി കാഴ്ചവെക്കുന്നവരെ T20 വേൾഡ് കപ്പിൽ കളിപ്പിച്ചേക്കും. മെയ് മാസത്തിന് മുന്നേ എല്ലാ ടീമുകളും സ്ക്വാഡിനെ പ്രഖ്യാപിക്കണം. ഇപ്പോഴിതാ സഞ്ജുവിന് വലിയ സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത്. ഇഷാനുമായിട്ട് BCCI തെറ്റിയത് കൊണ്ട് തന്നെ സഞ്ജുവിനെ കീപ്പർ സ്ഥാനത്തേക്ക് എടുക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സഞ്ജുവിനെ ബാക്കപ്പ് കീപ്പറായി പരിഗണിക്കാനാണ് സാധ്യത. അതുമാത്രമല്ല, വിരാട് കോഹ്ലിക്ക് തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത്. T20 വേൾഡ് കപ്പിൽ കോഹ്ലി കളിച്ചേക്കില്ല. കോഹ്ലിയെ T20 വേൾഡ് കപ്പിൽ എടുക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. മുഴുവനായും യുവതാരങ്ങളായിരിക്കും T20 വേൾഡ് കപ്പിൽ കളിക്കാനും പോകുന്നത്. കോഹ്ലി ഇല്ലാത്ത ഒരു T20 വേൾഡ് കപ്പ് ആയിരിക്കും ഇപ്രാവശ്യം. BCCI പ്രതിനിധികളാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അപ്പോൾ ഈ IPL ഏത് ടീമായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.